എന്തായാലും BJP ഇപ്രാവശ്യം ഭരണത്തിൽ വരുന്ന പ്രശ്നമില്ലാന്ന് നമുക്ക് ഈടിനെ വെച്ചുകൊണ്ടല്ലേ കന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷനിൽ ഈ ഇലക്ഷൻ 400 ഇല്ലെങ്കിലുണ്ടല്ല ഈടി നേരെ തിരിഞ്ഞ് ഈ പരിപാടി. ഇപ്രാവശ്യം BJP ജയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എവിടെ? ലോക്സഭാ ഇലക്ഷനിൽ മൊത്തത്തിൽ BJP അടപടലം പൊട്ടും. തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രത്യേക അജണ്ടയിൽ പോകുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ 2019 അവർ പുൽവാമയിലുണ്ടായ ആ ആക്രമണത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു ആ ഇലക്ഷനിൽ ജയിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇപ്രാവശ്യത്തെ സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലെ കെജ്രിവാളിനെയൊക്കെ ജയിലിലിട്ടുകൊണ്ടൊക്കെയാണ് അവർ ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പോലും അവർ ജയിലിലടച്ചു. കാരണം ഈ കെജ്രിവാളിന് ജയിലിൽ നിന്ന് ഇറങ്ങൂല. കാരണം ഈ ഇലക്ഷനിൽ അവർ അടപടലം മൂഞ്ചും. ഇലക്ഷനിൽ BJP മോഡി വരുന്ന അവരുടെ സഖ്യം എന്ത് തന്നെ ആയാലും ഈ പ്രാവശ്യം മൂഞ്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടപടലം മൂഞ്ചും. 400 ഇപ്രാവശ്യം 400 പോയിട്ട് 100 എടുക്കാൻ പറ്റുമോയെന്ന് സംശയമാണ്. അത്രയും ഘട്ടത്തിലാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തിലും ഇലക്ഷൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴും ഒരുപാട് നമ്മളെ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ BJP ജയിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. 400 ഇപ്രാവശ്യം 400 പോയിട്ടേ UP ഇപ്രാവശ്യം 80 സീറ്റ് ഉണ്ടാവും. മധ്യപ്രദേശിൽ 29 സീറ്റ്, ഗുജറാത്തിൽ 26 സീറ്റ്. ഇതെല്ലാം പാടും കൂട്ടി ഗുണിച്ച് നോക്കിയാൽ ഒരു 135 സീറ്റും ഇതിലേക്കൊന്ന് അടുപ്പിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 സീറ്റിൻ്റെ താഴെയൊക്കെയാണ് BJP വരുള്ളൂ. ഇപ്രാവശ്യം അടപടലം മൂഞ്ചും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്രാവശ്യം 400 നോക്കാം. നമ്മളെ സ്വാമിജി എന്താ അതിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. കുറച്ചെങ്കിലും ഇത്തരം കാര്യത്തിലൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ച് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സ്വാമിജി. സ്വാമിജിൻ്റെ വാക്കുകൾ പലരും ശ്രദ്ധയോടെ കേട്ടിരിക്കാറുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. അപ്പം ജനങ്ങൾക്കും തോന്നും ജയിക്കുന്ന പാർട്ടിക്കല്ലേ വോട്ട് ചെയ്യേണ്ടത്. അതൊരു സൈക്കോളജിക്കൽ മൊമെൻ്റ് ആണ്, ഒരു സൈക്കോളജിക്കൽ മൂവ്. അതാണത്. ഈ 400 കിട്ടണമെങ്കിൽ എന്ത് വേണം? 400 സീറ്റ് കിട്ടണം. അത്രയും 400 സീറ്റ് കിട്ടണമെങ്കിൽ 400 സീറ്റ് കിട്ടണം. ഇത് എവിടെ നിന്ന് കിട്ടും? ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടണമല്ലോ. ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടണമല്ലോ. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കിട്ടില്ലല്ലോ. വിന്ധ്യാശതപുര പർവ്വത നിരകളുടെ തെക്ക് ഭാഗത്ത് നിന്ന് അവർക്ക് അകം പുറം നക്കിയിരിക്കാം. കിട്ടില്ല, ഒന്നും കിട്ടില്ല. രാജസ്ഥാനിൽ ഹിന്ദി ബെൽറ്റ് രാജസ്ഥാനിൽ 2014 അതുപോലെ 2019 കിട്ടിയ പോലെ മുഴുവൻ സീറ്റും ഇത്തവണയും BJPക്ക് കിട്ടണം. എന്തിനു വേണ്ടിയിട്ട്? 400 സീറ്റ് തയ്ക്കാൻ. പക്ഷെ വളരെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് അവിടെയുണ്ട് നടക്കുന്നത്. കോൺഗ്രസിൽ വലിയ രീതിയിൽ അടി നടക്കുന്നുണ്ട് അവിടെ. അനൈക്യമുണ്ട് അവിടെ. അതെല്ലാം പറഞ്ഞിട്ട് പോലും കൊടുങ്കാറ്റ് പോലെ കയറിക്കളിച്ച് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 270 സീറ്റ് കോൺഗ്രസിനാണ് കിട്ടിയത് രാജസ്ഥാനിൽ. അന്നത്തെ സാഹചര്യത്തിൽ ആ സാഹചര്യം മാറി. അന്ന് പുൽവാമ പ്രശ്നം എടുത്തിട്ടിട്ട് ജനങ്ങളെ ഇളക്കി. ബാലാക്കോട്ടില് അവിടെയുള്ള സർജിക്കൽ സർജിക്കൽ അറ്റാക്ക് അതും പറഞ്ഞ്
ആരാണ്ടാ പാറായി എന്നും പറഞ്ഞ് വൈക്കോൽ തൂറിന്റെ മുകളിൽ കയറി ജയ് വിളിച്ച് ജനങ്ങളെ ഇളക്കി. അങ്ങനെ ദേശീയ വികാരം ഇങ്ങനെ ആഞ്ഞടിച്ചു. മൻമോഹൻ സിംഗിന് വയ്ക്കാൻ കഴിയുമോ? ചരൺ സിംഗിന് വയ്ക്കാൻ കഴിയുമോ? ചന്ദ്രശേഖരന് വയ്ക്കാൻ കഴിയുമോ? എന്തിന് നെഹ്റുവിന് വയ്ക്കാൻ കഴിഞ്ഞോ? അത് ഞങ്ങളുടെ മോഡിക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊരു ധാരണ, അതും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആ ഒരു ദേശീയ വികാരം അങ്ങോട്ട് ഇളക്കി വിട്ടു. അങ്ങനെ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളതെന്ന്? ആയതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ആ പഴയ കണക്കുകൂട്ടല് കണക്കന്നെ ആ പഴയ കണക്കുകൂട്ടല് കണക്കന്നെ അത് ആവർത്തിക്കാൻ പോകുന്നില്ല. BJP ഏറ്റവും ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടി വരുന്ന ഗതികേട് കർഷകന്മാരോടാണ്. ഹരിയാനയിലും, ഹരിയാന മാത്രമല്ല ആ ഒരു ഏരിയ, പഞ്ചാബ് ഹരിയാന ഭാഗത്തുള്ള കർഷകന്മാർ അവര് പാർട്ടി ബേസിലല്ല അവരുടെ സമരം നടന്നിട്ടുള്ളത്. കർഷകന്മാർ മുഴുവനാണ്. ഇത്രയും വലിയ BJPക്ക്, രാജ്യം ഭരിക്കുന്ന BJPക്ക് അവരുടെ സമരത്തെ നേരിടാൻ, ഫലപ്രദമായി നേരിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാർഷിക പ്രതിസന്ധി, കർഷക സമരം, തൊഴിലില്ലായ്മ, പിന്നെ ആര് ഭരിച്ചാലും കൂടിയാണല്ലോ വരുന്നത്. ആ ഭാഗത്ത് ജലദൗർലഭ്യത്തിന്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വലിയ ബോണ്ട. എന്താണ് വലിയ ബോണ്ട? ബോണ്ട്, ജെയിംസ് ബോണ്ട് 007 പറയില്ലേ, ഇലക്ട്രൽ ബോണ്ട് തട്ടിപ്പ്. അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം, വീട്ടച്ഛന്മാർക്കല്ല. പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ പ്രമാണിച്ച് 10 പൈസ കുറച്ചിട്ടുണ്ട്. അത്ര 10 പൈസ അവർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കും തലയ്ക്ക്. ഗ്യാസിന്റെ കാര്യം, വീട്ടമ്മമാർക്കാണ് രാജ്യത്തിന്റെ ഗതിവിഗതികൾ അവരെ നേരിട്ട് ബാധിക്കുന്നത്. പത്രം നോക്കിയിട്ടല്ല. കാരണം പാവങ്ങളല്ലേ മാർക്കറ്റിൽ പോകുന്നത്. ആയതുകൊണ്ട് തന്നെ ഇതിൽ പറയണ പോലെ അമ്മ നമ്മളെല്ലാവരും രക്ഷിക്കുന്നു. അമ്മയാരെ രക്ഷിക്കുന്നേ? മോഡിജി. കയ്യിൽ പൈസയുടെ അതിൽ അപ്പുറം പറയിപ്പിക്കാം ആൾക്കാരെ കൊണ്ട്. ഏതായാലും ഇതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട് ഇപ്പോൾ. ഇന്ത്യ കൂട്ടുകെട്ട്, INDIA, അത് തുടക്കത്തിൽ വലിയ പ്രഭ പടർത്തി. ഇടയ്ക്ക് വെച്ച് പലരും അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി, അന്ന് കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ ഇപ്പോ കേജ്രിവാളിനോട് കാണിച്ച് 100ാം നമ്പർ ചെറ്റത്തരം, വൃത്തികേട്, രാഷ്ട്രീയമായിട്ടുള്ള വ്യഭിയായിട്ടുള്ള ചരണം, അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. തെറ്റായ വഴിയിൽ കൂടെ ചരിക്കുക, രാഷ്ട്രീയ വ്യഭിചാരം കേജ്രിവാളിനോട് കാണിച്ചത്. അതോടുകൂടിയിട്ട് എന്തായി? ഇന്ത്യ ഇനി ആലാസ് കയറിയിട്ട് 4 ഭാഗത്ത് വലിച്ചാലും ഇന്ത്യയിൽ നിന്ന് ഒരു അടര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അതും അവർക്ക് തിരിച്ചടിയായിട്ട് ബൂമറാങ് പോലെ അങ്ങോട്ട് എറിഞ്ഞു, അത് അവനവന്റെ മണ്ടയ്ക്ക് വന്ന് നല്ല കുട്ടിവെച്ചു കൊടുത്തു. ആയതുകൊണ്ട് തന്നെ INDIA, ഇന്ത്യ, അതൊരു ചെറിയ മീനല്ല. അതിപ്പോ എല്ലാവരേക്കും നന്നായിട്ട് BJPക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നാളിതുവരെ എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഇലക്ഷൻ വന്ന സമയത്ത് ഒന്ന് ചുറ്റിക്കറങ്ങും തെക്കേ ഇന്ത്യ. ഇതിപ്പോ തെക്കേ ഇന്ത്യ അട്ടിപ്പാറ. തമിഴ്നാട്ടിലും കേരളത്തിലും കല്യാണത്തിന് വരുന്നു, കക്കൂസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, കുട്ടികളുടെ തെരണ്ട് കല്യാണം. ഇപ്പൊ തെരണ്ട് കല്യാണം ഇല്ലല്ലോ അല്ലേ? ഇന്നലേക്കും വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിച്ചാൽ
വരുന്നൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി. കാരണം എന്താ? ഉള്ളിലെ ഭയം. മൻമോഹൻ സിംഗ് തോറ്റു. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അങ്ങയുടെ മുഖം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രി അല്ലാണ്ടായപ്പോഴും. ഒരു സ്ഥാനം കിട്ടി, ആ സ്ഥാനം അദ്ദേഹം മനോഹരമായിട്ട് കൊണ്ട് നടത്തി. ഇതിപ്പോ അതല്ല. ഇലക്ഷനില് അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ആ മറിഞ്ഞു വീഴുന്നത് മുഴുവൻ മോഡിയുടെ തലയിലേക്കായിരിക്കും, അമിത്ഷായുടെ കഷണ്ടി തലയിലേക്കായിരിക്കും. അതവർക്ക് ഭയമുണ്ട്. അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ, അവർ ചെയ്തു വെച്ച കർമ്മങ്ങൾ, അത് അവരെ തന്നെ തിരിച്ചടിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭയമാണ് അവർക്ക്. ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭരിക്കും, തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷത്തിരിക്കും. അതല്ല സ്ഥിതി. ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ എന്റെ ഈശ്വര എല്ലാത്തിനും കൂടി ചാക്കിൽ കെട്ടും പ്രതിപക്ഷം. അത്രത്തോളം അവര് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും പ്രതിപക്ഷക്കാരെയും ദ്രോഹിച്ചിട്ടുണ്ട്. ആര് ചെയ്ത തെറ്റെന്ന രീതിയിലാണ് ദ്രോഹിച്ചിട്ടുള്ളത്. ഇവിടെ ഒരുത്തരുണ്ട് ടാക്സ് കോഴി, ടാക്സും വെട്ടിച്ച് 30 ലക്ഷം രൂപ ടാക്സും വെട്ടിച്ച് ഒരുത്തരുണ്ട് ഇവിടെ. എന്താ അയാളെ പിടിക്കാത്തത്? അയാളെ BJP മോഡി ക്ലീനിങ് പൗഡർ ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലാം തേഞ്ഞ് പാഞ്ഞ് പോയല്ലോ. അപ്പൊ ഇവർക്ക് അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇവർക്ക് ഭയമാണ്, തെരഞ്ഞെടുപ്പിനോട് ഭയമാണ്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനോട് ഭയമാണ്. ജയമല്ലാതെ മറ്റൊന്നും അവർ കാക്ഷിക്കുന്നില്ല. ഭയമാണ് അവർക്ക്. കേജ്രിവാളിന്റെ അറസ്റ്റ്, കേജ്രിവാളിനെ കുറിച്ച് ജയിലിൽ കൊണ്ടിട്ടത്, അത് വലിയ രൂപത്തിൽ ആ ഹിന്ദി ബെൽറ്റ് രാഷ്ട്രീയത്തിൽ BJPയെ വട്ടപൂജ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. വീട്ടിലെ വീട്ടമ്മമാര് പോലും കേജ്രിവാൾ വന്നപ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടിയത്, കേജ്രിവാൾ വന്നപ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടിയത്, കേജ്രിവാൾ വന്നപ്പോഴാണ് പ്രത്യേക സ്കീം തയ്യാറാക്കിയിട്ട് 15 കൊല്ലത്തെ ലോണിൽ നമുക്ക് വീട് കിട്ടിയത്. വോട്ട് ചെയ്യാൻ പോകുന്ന സാധാരണക്കാർക്ക് ഇവർ പറഞ്ഞ ഭാഷയൊന്നും മനസ്സിലാവില്ല. അവരനുഭവിക്കുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ചേർത്ത് വെച്ചിട്ടാ വോട്ട് ചെയ്യുക. എല്ലാ വോട്ടും കേജ്രിവാളിന്. അതാണല്ലോ സംഭവിച്ചത്. ഒരിക്കൽ പിരിച്ചുവിട്ടതല്ലേ. എന്നിട്ട് 61 സീറ്റിൽ 60 സീറ്റും കിട്ടിയിട്ടാ അവര് വീണ്ടും അധികാരത്തിൽ കയറിയത്. അതന്നെ തുടരാൻ പോകുന്നു. ജയിലിന്റെ വാതിലുകൾ തുറന്നിട്ടാലും കേജ്രിവാൾ ഇപ്പൊ പുറത്തേക്ക് വരില്ല. എത്ര കാലം നിങ്ങൾക്ക് എന്നെ ജയിലിലിടാൻ അത്ര കാലം ഇട്. ഇപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഇതൊക്കെ BJPയുടെ ശുഭ്രമുഖത്ത് വന്ന് പതിച്ച ചെളിയാണ്, മാലിന്യമാണ്. ചാണകം കൊണ്ട് എറി കിട്ടിയെന്നർത്ഥം. അറസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ കേജ്രിവാൾ രാജിവെക്കുന്ന വിചാരിച്ചത്. ഏതായാലും ജയിലിലും നേതൃത്വം അതേപോലെ തുടരാനുള്ള തീരുമാനമാണ് കേജ്രിവാളും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ആം ആദ്മിക്കാരും എടുത്തത്. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ എന്തുണ്ടായി? അവരുടെ പോരാട്ട വീര്യം അത് കൂടുതൽ സുശക്തമായി എന്നതാണ് സത്യം. അത് വൈകാരികമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടല്ല, വൈകാരികമായിട്ടുള്ള ചില സംവാദങ്ങൾക്ക്, ചർച്ചകൾക്ക് ഇടം കൊടുത്തു. കേരളത്തിലെ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുണ്ടാ സംഘത്തിന്റെ പോലെ, കൊട്ടേഷൻ സംഘത്തിന്റെ പോലെ ED പെരുമാറുന്നു. പേടിപ്പിച്ചും പീഡിപ്പിച്ചും പണം പീറ്റിക്കുക, പദവി പീറ്റിക്കുക. ED തിരിഞ്ഞും മറിഞ്ഞും വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ. ആർക്ക്? BJPക്ക് ഇഷ്ടമില്ലാത്തവരെ. നാളെ ഇതേ ED അവർക്കെതിരെയും തിരിയും. ഭരണം മാറിയാൽ ആ പേടി അവരെ വലിയ രൂപത്തിൽ ബാധിച്ചിരിക്കുകയാണ്. IT വകുപ്പിന്റെ, ഇൻകം ടാക്സ് വകുപ്പിന്റെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ, ഇതൊക്കെയും വളരെ ഗംഭീരമായിട്ട് നടക്കുമ്പോൾ ജനങ്ങള് ഇങ്ങനെ പറയുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇവരപ്പം മുഴുവൻ കള്ളന്മാരായിരുന്നോ? INDA സഖ്യത്തിലെ ആളുകൾ ദേ കണ്ടോ, അവർ നികുതി വെട്ടിക്കുന്നു,
അവർ രണ്ടാം നമ്പർ ബിസിനസ് നടത്തുന്നു, കള്ളപ്പണ ബിസിനസ് നടത്തുന്നു, രാജ്യത്തെ ദ്രോഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടിട്ടു. അവരെക്കുറിച്ചൊരു അവമതിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം, അതെല്ലാം 7 നിലയ്ക്ക് 8 നിലയ്ക്ക് 9 നിലയ്ക്ക് 10 നിലയ്ക്ക് 15 നിലയ്ക്ക്, ഇനി ബാക്കി നിങ്ങൾ എണ്ണിക്കോ, പൊട്ടിത്തകർന്ന് ഈ ഞായറാഴ്ച ഡൽഹിയിലെ രാംലീല മൈതാനത്തിൽ അത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സഖ്യം ഉയർത്തിയത് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രതിരോധമായിരുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഭരിക്കുന്നവര് കോടികൾ മുടക്കിയുള്ള പ്രൊപ്പഗാൻഡ, പാടില്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ വ്യഭിചാരം, അറസ്റ്റ്, ജയിലിൽ കൊണ്ടിടല്, ഇതെല്ലാം നടത്തിയിട്ടും രാംലീല മൈതാനിൽ ഇന്ത്യ സഖ്യം ഉയർത്തിയത് അപ്രതിരോധ്യമായിട്ടുള്ള, ചിന്തിക്കാൻ കഴിയാത്തവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ സൃഷ്ടിച്ചത്. ഇനി വടക്കു കിഴക്കൻ മേഖലയുണ്ട്, മണിപ്പൂര്. അവിടെ ആരിന് വോട്ട് ചെയ്യോ? നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യോ? പൗരത്വ നിയമത്തിന്റെ പ്രശ്നം, മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ? ആ വടക്കു കിഴക്കൻ മേഖലയിലുള്ള ആൾക്കാരും അത് ബാധിക്കുന്നില്ല, അവർ വോട്ട് ചെയ്യോ? കേരളം BJPക്ക് വോട്ട് ചെയ്യോ? തമിഴ്നാട്ടിൽ നിന്ന് BJPക്ക് ഒരു സീറ്റ് കിട്ടുമോ? കർണാടകം, ആന്ധ്ര, തെലങ്കാന ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇങ്ങനെ ഠും 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 ഇങ്ങനെ പൊട്ടി 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 8 നിലയ്ക്ക് പൊട്ടാന്നെങ്കിൽ കേട്ടിട്ടില്ലേ ആ അവസ്ഥ? എല്ലാ സർവേകളും ഒന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ 38 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJP എത്ര സീറ്റ് കിട്ടിയെന്ന് അറിയോ? 38 സീറ്റിലും കെട്ടിവെച്ച പണം പോയി, അതാ കിട്ടിയത്. അവിടെ 38 സീറ്റിലും ആനമൊട്ട. 38-ൽ 37 സീറ്റും UPAക്ക് ലഭിച്ചു. DMK 23, കോൺഗ്രസ് 8, CPM 2, CPI 2, മുസ്ലിം ലീഗ് 1, VCK 1. BJP വിരുദ്ധ സഖ്യം നേടിയപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ AIADMK ശേഷിക്കുന്ന ഒരു സീറ്റിലും ജയിച്ചു. അതോടുകൂടി AIADMK പറഞ്ഞു ഈ സാധനം ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒറ്റയ്ക്ക ആർക്കും വേണ്ട. ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ആർക്കും വേണ്ട, BJP ആർക്കും വേണ്ട. കർണാടകയിൽ BJP 26 സ്വതന്ത്രന്മാരടക്കമുള്ള സീറ്റുകൾ സ്വന്തമാക്കി വൻ മുന്നേറ്റമാണ് കഴിഞ്ഞ തവണ കർണാടകയിൽ നടത്തിയത്. കഴിഞ്ഞ തവണ തെലങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസ് സംസ്ഥാന ഭരണത്തിന് പുറത്തായിരുന്നു അറിയണം. ആയതുകൊണ്ട് അവിടെ പാർട്ടിക്ക് കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണ ചിത്രം മാറി, കാറ്റ് മാറി വീശി. കർണാടകത്തിൽ BJP, തെലങ്കാനയിൽ BRSൽ നിന്നും കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തു. ഇക്കുറി അധികാരത്തിൽ തിരിച്ചെത്തിയ കോൺഗ്രസ് ഇവിടങ്ങളിൽ വൻ മുന്നേറ്റം നടത്തും. അത് കാണാപ്പാടമാണത്. ഒരു ശാസ്ത്രീയമായിട്ടുള്ള സർവേയുടെ ആവശ്യമൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് അവരുടെ രാജ്യം, ഹിന്ദിക്കാരുടെ രാജ്യം, ദ്രാവിഡ രാജ്യമല്ല, ഹിന്ദിക്കാരുടെ രാജ്യം. അവിടുന്ന് കിട്ടുന്ന സീറ്റുകൾ അത് മാത്രമായിരിക്കും അവരുടെ സഞ്ചിയിൽ വന്ന് വീഴാൻ പോകുന്നത്, അവരുടെ പെട്ടിയിൽ വന്ന് വീഴാൻ പോകുന്നത്. അതായിരിക്കും BJPയുടെ ഭാവിയെ നിശ്ചയിക്കാൻ പോണത്. ഉത്തർപ്രദേശിൽ 80 സീറ്റുണ്ട്, മധ്യപ്രദേശിൽ 29, ഗുജറാത്തിൽ 26. ഇത് മൊത്തം തൂത്തുവാരിയാലും 400 സീറ്റ്. BJPക്ക് 400 സീറ്റ് അത് സ്വപ്നം മാത്രമായിട്ട് മാറും. ഇതെല്ലാം തൂത്തുവാരിയാലും 135 സീറ്റേ കിട്ടുള്ളൂ. എങ്കിലും ഒരു 200 സീറ്റ് BJP ഇവര് വിചാരിച്ചേ ഇതൊക്കെ പാടങ്ങട്ട് ഇതാക്കാന്ന് അല്ലേ? ഇനി കണ്ടോളോ, ഈ ഈഡിണ്ടല്ലോ, ഈഡിനെ വെച്ചുകൊണ്ടല്ലേ കന്ന് പൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ 400 ഇല്ലെങ്കിലുണ്ടല്ലോ, ഈഡി നേരെ തിരിഞ്ഞ് ഈ പരിപാടി ഈ
ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ മറ്റേ കോൺഗ്രസ് ഭരണത്തിൽ കയറിയ സെയിം പരിപാടിയായിരിക്കും ഇവർക്ക് കിട്ടുക. നമുക്ക് അതൊക്കെയാണ് ഇനി കാണേണ്ട കാഴ്ചകൾ. ഇവർ എന്താണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ഇലക്ഷന് പോലെ ഇപ്രാവശ്യം അങ്ങനെ അങ്ങോട്ട് പോവാൻ കഴിയില്ല. കാരണം അത്രയും കറണ്ട് സിറ്റുവേഷൻ വളരെ മോശം സിറ്റുവേഷനിലേക്ക് ഇവർ വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാന്നൊക്കെ. ഇവിടെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടൊക്കെ മൊത്തത്തിൽ ഇതാക്കിക്കണല്ലോ. ഇലക്ട്രൽ ബോണ്ട് വിഷയം, ഈ കാര്യങ്ങളൊക്കെ ടോട്ടലി മൂഞ്ചിച്ചിട്ടാണുള്ളത്. അപ്പോൾ BJPയും അമിത്ഷയും മോഡിയും ടീമും ജയിക്കുന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട നിങ്ങൾ. ആ പ്രതീക്ഷ കണ്ട് മാറ്റി വെച്ചാളി. പോട്ടെ, BJPക്ക് നമ്മളെ സുരേഷ് ഗോപി ജയിക്കുന്നില്ലാണ്ട് സുരേഷ് ഗോപി അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ നോക്കാം ആദ്യം. എന്തായാലും BJP ഇപ്രാവശ്യം ഭരണത്തിൽ വരുന്ന പ്രശ്നമില്ലാന്ന് നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളെ സ്വാമിജിൻ്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നു. ഇത്തരത്തിൽ കുറച്ചെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്താഗതിയോടെ വീക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യരാണ്. അവർ പറയുന്നത് നമുക്ക് ആര് പറയുന്നതിനും വ്യത്യസ്തമായിട്ട് കുറച്ചെങ്കിലും ബുദ്ധിയുള്ള സ്വബോധമുള്ളവന് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓക്കെ, ഏതായാലും കാത്തിരുന്ന് കാണാം. ലോക്സഭാ ഇലക്ഷനിൽ BJP ഇത്ര വിശ്യം 400